നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ ആവേശവും തുടക്കത്തിലെ മണിക്കൂറുകൾ പ്രതിഫലിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 9 മണിവരെയുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് 13.15% ഔദ്യോഗികമായ പോളിംഗ്. അതിൽ തന്നെ 36 ബൂത്തുകളുടെ കണക്കുകൾ വന്നിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. അടുത്ത 11 മണിക്ക് പുറത്തിറക്കുന്ന കണക്കിലായിരിക്കും ഈ 36 കൂടെ കണക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കായിരിക്കും. അതായത് 13.15 എന്നുള്ളത് തന്നെ അത് തന്നെ ആദ്യത്തെ 9 മണിവരെ കണക്കിൽ വർദ്ധിക്കും. ഇപ്പോൾ 10 മണി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗികമായ ഒരു പ്രകാരം 15 മുകളിലേക്ക് 16% ഇപ്പോൾ തന്നെ പോളിംഗ് മാറിയിട്ടുണ്ട്. രാവിലെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ ആളുകളുടെ നീണ്ട നിര നമുക്ക് കാണാമായിരുന്നു. പ്രചരണത്തിലുണ്ടായിരുന്ന ആവേശം അതിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന കൂറ്റമ്പാറ ALP സ്കൂളിലാണ്. പിന്നെ രാവിലെ തന്നെ ഔട്ട് ചെയ്യാൻ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഒരു ഇഷ്യൂ ഇല്ല. ഇസ്രായേറ്റ് വോട്ട് വീട്ടിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നു. വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇത്ര ആളുണ്ടാവും. എല്ലാരും ചെയ്തോളൂ. അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. മഴ കുറച്ചേരം മഴ ഇല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആൾക്കാർ വരും. നമ്മൾ രാവിലെ മുതൽ നിഷാദെ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മഴയൊക്കെ ആവുമ്പോൾ ഒന്ന് തണുക്കുമെന്ന്. പക്ഷെ ആൾക്കാർ നിലമ്പൂരിലെ ആൾക്കാർ പറയുന്നത് ഇത്ര മഴയാണെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഇതുമില്ല, ഞങ്ങൾ എല്ലാവരും വന്ന് വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. രാവിലെ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരൊക്കെ അടങ്ങുന്ന വലിയ നിര കാണാമായിരുന്നു. പ്രധാനപ്പെട്ട വോട്ടർമാരെന്ന് പറയുന്നത് പ്രധാന 2 സ്ഥാനാർത്ഥികളാണ് ഇവിടെ വോട്ടുള്ളത്. ആര്യാടൻ ഷൌക്കത്തും അതോടൊപ്പം തന്നെ പിന്നെ M സ്വരാജ് രണ്ടുപേരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി വലിയ ആത്മവിശ്വാസമാണ് രണ്ടുപേരും പ്രകടിപ്പിച്ചത്. പിന്നെയുള്ളൊരു ആളെന്ന് പറയുന്നത് PV അബ്ദുൽ വഹാബ് രാജ്യസഭാ MP ആണ്. അദ്ദേഹവും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി 15,000-നും 20,000-നും ഇടയിലുള്ള വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. VS ജോയ് DCC പ്രസിഡന്റ് അല്പസമയം മുമ്പ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. നിലമ്പൂർ ആയിഷ വോട്ട് രേഖപ്പെടുത്തി M സ്വരാജിനാണ് വോട്ടെന്നും അവർ ജയിക്കുമെന്നും ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട വോട്ടർമാരൊക്കെ BJPയുടെ സ്ഥാനാർത്ഥി കൂടി ഇപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി അമീർ P മുജീബ് റഹ്മാൻ ഇവിടെയാണ് വോട്ട്. അമരമ്പലം പഞ്ചായത്തിലെ കൂറ്റമ്പാറ ALP സ്കൂളിൽ അദ്ദേഹവും വോട്ട് ചെയ്തു. വിഭാഗീയതയ്ക്കും വർഗീയതയ്ക്കും എതിരായ ജനവിധിയായിരിക്കും ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജമാഅത്ത് വിവാദങ്ങൾ അദ്ദേഹം പ്രതികരിക്കും, പിന്നീട് പ്രതികരിക്കുമെന്നാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പ്രധാനപ്പെട്ട വോട്ടർമാരൊക്കെ വോട്ട് ചെയ്തു. അതേസമയം എല്ലാ സ്ഥലങ്ങളിലും വോട്ടർമാരുടെ നിരയുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതേസമയം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ നിരയില്ലെങ്കിൽ പോലും മറ്റു സ്ഥലങ്ങളിൽ നല്ല സാമാന്യമായ നല്ല നിലയുണ്ട്. ഇവിടെ കൂറ്റമ്പാറ ചെറിയൊരു വാക്ക് തർക്കമാണെന്ന് പറയാൻ പറ്റും. ഒരു വോട്ട് ചെയ്തിട്ടും ഒരു വോട്ടർ അവിടെ തന്നെ നിന്നതിനെ തുടർന്ന് രാഷ്ട്രീയ പ്രവർത്തകർ അവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പോലീസ് പുറത്താക്കി. അതിനെ തുടർന്ന് ചെറിയൊരു വാക്ക് തർക്കം രാഷ്ട്രീയ പ്രവർത്തകർ LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായി. അതേസമയം പെട്ടെന്ന് തന്നെ പോലീസ് അത് ക്ലിയർ ആക്കി. അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വഴിക്കടവിലെ ബൂത്ത് നമ്പർ 2 അവിടെയുണ്ടായ പ്രശ്നമെന്ന് പറയുന്നത് അവിടെ 50 പേർക്ക് വോട്ട് ചെയ്തപ്പോഴാണ് വോട്ടിംഗിന്റെ സ്ലിപ്പ് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയത്. ഉടൻ തന്നെ അത് വീണ്ടും 50 പേർക്ക് വീണ്ടും റീപോളിംഗ് നടത്തേണ്ടി വന്നു. ചെയ്ത ആൾക്കാർക്കെല്ലാം തന്നെ വീണ്ടും പോളിംഗ് രേഖപ്പെടുത്തേണ്ടി വന്നു. ഉദ്യോഗസ്ഥരുടെ ഒരു സൂക്ഷ്മത കുറവാണ് പ്രശ്നമെന്ന് പറയുന്നത്. എന്തായാലും അവിടെയും തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും നൽകുന്നത് ഒരു ഭേദപ്പെട്ട പോളിംഗ് ആണ് ആദ്യ മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത് എന്നാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്ന കാര്യം. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ കൂടിയാണ്. ഒരുപക്ഷെ തുടക്കത്തിൽ 10 മണിക്ക് മുമ്പ് കൂടുതൽ ആവേശം പ്രകടമാകേണ്ടതായിരുന്നു. അത് ആ നിലയ്ക്കുണ്ടോന്ന് സംശയം.